നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ അതുല്യ പ്രതിഭ MT വാസുദേവൻ നായർ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 7 പതിറ്റാണ്ട് എഴുത്തിന്റെ സുഹൃതമായി നിറഞ്ഞ അതുല്യ വ്യക്തിത്വമാണ് മലയാളത്തോട് വിട പറഞ്ഞത്. കൈവച്ച മേഖലകളിലെല്ലാം ഉയരങ്ങളിലെത്തിയ പ്രതിഭാശാലിയായിരുന്നു MT. മലയാള ഭാഷയ്ക്ക് രണ്ടാമൂഴം നൽകിയ എഴുത്തിന്റെ ഓളവും തീരവും ഇനി എന്നേക്കും അക്ഷരലോകത്ത് ഓർമ്മയായി നിലകൊള്ളും. ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് 11 ദിവസമായി MT വാസുദേവൻ നായർ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം ഉണ്ടായതാണ് ആരോഗ്യനില വഷളാക്കിയത്. കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം മന്ദഗതിയിലായതിനെ തുടർന്ന് ആരോഗ്യനില മോശമാവുകയായിരുന്നു. വൈകിട്ട് 4 വരെ കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിത്താരയിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരങ്ങളാണ് MTക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. വീട്ടിലെ സന്ദർശനത്തിന് ശേഷം കർമ്മങ്ങൾ നടന്നു. ആംബുലൻസിലാണ് വീട്ടിൽ നിന്ന് മൃതദേഹം മാവൂർ റോഡിലേക്ക് കൊണ്ടുവന്നത്. വൈകിട്ട് 5-ന് കോഴിക്കോട് മാവൂർ റോഡിലെ സ്മൃതിപഥം എന്ന പേരിലുള്ള കോർപ്പറേഷൻ ശ്മശാനത്തിൽ സംസ്കാരം നടന്നു. കാലത്തിന്റെ സങ്കീർണതകളും ജീവിതത്തിന്റെ സമസ്യകളും എഴുത്തിൽ പകർത്തി ഒരു തലമുറയെ സ്വാധീനിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന് വിട. പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭയാണ് മലയാളത്തിന് നഷ്ടമായത്. MT എന്ന രണ്ടക്ഷരം ഒരു കടലാണ്. മലയാള സാഹിത്യലോകത്ത് ഒരുപാട് തിരയിളക്കങ്ങൾ ഉണ്ടാക്കിയ കടൽ. മൗനം വാചാലമാക്കി മലയാളത്തെ വായിക്കാൻ പഠിപ്പിച്ച പ്രതിഭ. ചെറുകഥകളിലൂടെ, നോവലുകളിലൂടെ, തിരക്കഥകളിലൂടെയൊക്കെ വള്ളുവനാടൻ മിത്തുകളും ശൈലികളും വായനക്കാർക്ക് കടം തന്ന കഥാകാരൻ. സാഹിത്യലോകത്ത് വീശിയടിച്ച പാലക്കാടൻ കാറ്റായിരുന്നു ഓരോ MT കഥകളും. കരിമ്പനകളെപ്പോലും കടപുഴകിയെറിയാൻ ശേഷിയുള്ള കാറ്റ്. ഓരോ MT കഥയും ഒരു ചരിത്രമാണ്. യാഥാസ്ഥിതിക നായർ തറവാടും മരുമക്കത്തായവും ജന്മിത്വത്തിന്റെ അവസാനവുമെല്ലാം പ്രതിപാദിക്കുന്ന കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥയെപ്പറ്റിയുള്ള ചരിത്രം. MT കഥാപാത്രങ്ങളെ കണ്ടെത്തിയത് തന്റെ കുടുംബത്തിൽ നിന്നാണ്. കുട്ടിയേടത്തെയും ഭ്രാന്തൻ വേലായുധനും ലീലയും എല്ലാം ഒരു ചെറു നൊമ്പരമായി ഹൃദയത്തിലെ ആഴങ്ങളിലെങ്ങോ കിടപ്പുണ്ട്. ആത്മകഥാംശമുണ്ട്. ഓരോ MT കഥകളിലും ദാരിദ്ര്യവും വ്യക്തിബന്ധങ്ങളിലുമുണ്ടായ വിള്ളലുകളും പ്രണയത്തിന്റെ ഭൂതകാലവും വായിച്ചെടുക്കാം. താൻ ജീവിക്കുന്ന കാലത്തിന്റെ ആകാംക്ഷകളെയും ആവശ്യങ്ങളെയും പ്രതീക്ഷകളെയും സാഹിത്യത്തിലായാലും സിനിമയിലായാലും വരച്ചിട്ട എഴുത്തുകാരൻ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് MT ഒരു പരുക്കനാണെന്ന് തോന്നുമെങ്കിലും അദ്ദേഹം സ്നേഹത്തിന്റെ നീരുറവ മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണെന്ന് അദ്ദേഹവുമായി അത്രമേൽ അടുപ്പമുള്ള ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്നു. അപൂർവമായി മാത്രം ചിരിക്കുന്ന ആളാണ് MT എന്നത് സാഹിത്യലോകത്ത് പരസ്യമായ രഹസ്യമാണെങ്കിലും തന്റെ സാഹിത്യ സൃഷ്ടികളിലൂടെ MT തമാശകൾക്കുമുണ്ട് ഒരു ക്ലാസിക് ശൈലി. ആളുകളെ കുടുകുടെ ചിരിപ്പിക്കുന്ന ഹാസ്യമല്ലത്. നെഞ്ചിൽ ആഴ്ന്നിറങ്ങുന്ന കൂരമ്പ് പോലെയാണവ. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന എന്ന ചൊല്ല് MTക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആദ്യ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ആദ്യ സിനിമയ്ക്ക് സ്വർണപ്പതക്കം തുടങ്ങി നേട്ടങ്ങളുടെ വലിയ നിരയുണ്ട് MT എന്ന എഴുത്തുകാരന്റെ മാറ്റുകൂട്ടാൻ. MTയുടെ മൗനം വാചാലമാകുന്നത് തൂലികയിലൂടെയാണ്. വാക്കുകളുടെ ഒഴുക്ക്, ലാളിത്യം, ഭാഷയുടെ സൗന്ദര്യം, ഇതാണ് ഓരോ MT കഥകളുടെയും മുഖമുദ്ര. അതുകൊണ്ടാണ് എത്ര തലമുറകൾ വായിച്ചിട്ടും MT എന്ന നോവലിസ്റ്റിനെ മടുക്കാത്തത്. 1977 ഒരു നവംബർ മാസത്തിൽ മരണം തന്റെ സമീപത്തെത്തി പിന്മാറിയെന്നും അതിനുശേഷം എഴുതി പൂർത്തിയാക്കിയ നോവലാണ് രണ്ടാമൂഴമെന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിലെ രണ്ടാമൂഴത്തിൽ സർഗാത്മകതയുടെ ഈറ്റുനോവേറെ അനുഭവിച്ചെഴുതിയ കൃതിയായതിനാലാവും നോവലുകളിൽ തന്നെ വായിക്കപ്പെടേണ്ട ഒന്നായി രണ്ടാമൂഴം മാറിയതും. ചെറുകഥകളിലൂടെ വളർന്ന് പന്തലിച്ച് നോവൽ എന്ന ക്യാൻവാസും കടന്ന് വെള്ളിത്തിരയിലെ തിരക്കഥകളിൽ കയ്യൊപ്പു ചാർത്തി MT മടങ്ങുമ്പോൾ എഴുതാൻ ഇനിയും എന്തൊക്കെയോ അദ്ദേഹം ബാക്കി വെച്ചിട്ടുണ്ടാകില്ലേ. ന്യൂസ് ഡെസ്ക് CCTV. കൂടല്ലൂരിനും തൃത്താലയ്ക്കുമിടയിൽ എഴുത്തിന്റെ ഓളവും തീരവും തീർത്ത MTക്ക് വിട നൽകി നാട്.
വരാനിരിക്കുന്ന തലമുറകൾക്ക് വായിച്ചാൽ തീരാത്തത്രയും ജീവിതങ്ങളെ കഥകളിൽ അവശേഷിപ്പിച്ചാണ് MT വിട പറഞ്ഞത്. എന്റെ സാഹിത്യ ജീവിതത്തിൽ മറ്റെന്തിനോടുമുള്ളതിനേക്കാൾ അധികം കടപ്പെട്ടിരിക്കുന്നത് കൂടല്ലൂരിനോടാണ്. വേലായുധേട്ടന്റെയും ഗോവിന്ദൻകുട്ടിയുടെയും പകിടകളിക്കാരൻ കോന്തുണ്ണി അമ്മാമ്മയുടെയും കാതുമുറിച്ച മീനാക്ഷിയേടത്തിയുടെയും നാടായ കൂടല്ലൂരിനോട്. എനിക്ക് സുപരിചിതമായ ഈ ഗ്രാമമാണ് എന്റെ ഭൂരിപക്ഷം കൃതികളുടെയും പശ്ചാത്തലം. അതിലൂടെ ഒഴുകുന്ന പുഴ എന്റെ ജീവധമനിയാണ്. ഗ്രാമം എനിക്ക് ബിംബങ്ങളും വാക്കുകളും തന്നു. എവിടെ പോയാലും ഏത് നാട്ടിലായാലും MT കൂടല്ലൂരുകാരനാണ്. വേരുകൾ പറിച്ചു മാറ്റാനാവാത്ത വിധം MT എന്ന മനുഷ്യനിൽ, എഴുത്തുകാരനിൽ കൂടല്ലൂരുണ്ട്. പാലക്കാട് പട്ടാമ്പി താലൂക്കിലെ കൂടല്ലൂർ. കിഴക്കുമുറിയെന്നും തെക്കുമുറിയെന്നും വടക്കുമുറിയെന്നും പടിഞ്ഞാറുമുറിയെന്നും 4 അടരുകളുള്ള തൂതപ്പുഴയും കുന്തിപ്പുഴയും ഒത്തുചേരുന്ന പൂമാൻതോടും നരിവാളൻ കുന്നും കൊടിക്കുന്നത്തമ്മയും മുത്തുവിളയും കുന്നും മാടത്ത് തെക്കേപ്പാട്ട് തറവാടുമുള്ള ഗ്രാമം. തീവണ്ടി വരുന്നതും പോകുന്നതും നോക്കി സമയം നോക്കിയിരുന്ന നാട്. MTയുടെ കഥകളുടെ ഭൂമിക. ഒരിത്തിരി കാലം മാത്രം ജീവിച്ച ആ ഗ്രാമം MTയിലെ പ്രതിഭയെ ഊട്ടിവളർത്തി. വ്യത്യസ്തമായ ഭൂതലങ്ങൾ തേടി പലപ്പോഴും അദ്ദേഹം അലയാറുണ്ടെങ്കിലും വീണ്ടും കൂടല്ലൂരിലേക്ക് തന്നെ വന്നെത്തും. SK പൊറ്റക്കാടിന് അതിരാണിപ്പാടം പോലെ, മാർക്കീസിന് മക്കൊണ്ട പോലെയാണ് MTക്ക് കൂടല്ലൂർ. MTയുടെ 4 കെട്ടിലെ കഥാപാത്രങ്ങൾ അവരുടെ യഥാർത്ഥ പേരിൽ തന്നെ ഇന്നും കൂടല്ലൂരിലുണ്ട്. തൈവളപ്പിൽ ചന്തു, ശങ്കരൻ നായർ, കുട്ടമാമ, മുത്താച്ചി, വല്യമാമ, വക്കീൽ കുമാരൻ നായർ, കോരുകുട്ടിപ്പണിക്കർ, ആമിനുമ്മ, യൂസഫ്, കൊപ്രക്കാരൻ കുഞ്ഞാലു, രാമകൃഷ്ണൻ മാസ്റ്റർ, അത്തുണ്ണി മുതലാളി, കണ്ടൻ മേസ്തിരി, അങ്ങനെയങ്ങനെ എത്രയോ പേർ. ഇനി എത്ര കാലം കഴിഞ്ഞാലും അപ്പുണ്ണിയുടെയും വേലായുധന്റെയും ഗോവിന്ദൻകുട്ടിയുടെയും കുട്ടിയേടത്തിയുടെയുമെല്ലാം ആദിരൂപങ്ങളെ തേടി കൂടല്ലൂരിലേക്ക് വായനക്കാരെത്തും. നമ്മുടെ ഈ സ്കൂൾ നിൽക്കുന്ന ഈ കുന്നിൻ്റെ അങ്ങേ ചെരുവിലാണ് MTയുടെ തറവാട് വീട്ടുള്ളത്. അവിടുന്ന് കുന്ന് കയറി കൂട്ടുകാരോടൊപ്പം MT വന്നിട്ട് അക്ഷരം തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഈ സ്കൂളിൽ നിന്നാണ്. ഇത് മലമക്കാവ് ഗവൺമെൻറ് LP സ്കൂളാണ്. സ്കൂളിൻ്റെ ഒരു പുണ്യമായിരുന്നു MT ആദ്യാക്ഷരം ഇവിടെ കുറിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾ നാട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ യാത്രകളിൽ നിന്നാണ് അദ്ദേഹം ഈ താണിക്കുന്നിൻ്റെ ഈ ചെരുവിലാണ് ഈ സ്കൂൾ നിൽക്കുന്നത്. ഇതിൻ്റെ അങ്ങേ ചെരുവിലാണ് MT അദ്ദേഹം ജനിച്ച വളർന്ന അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. MT എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും വാക്കുകളുടെ ഒരു പെരുന്തച്ഛൻ എന്ന് പറഞ്ഞാൽ തന്നെ പറയാം. അതിന് അങ്ങനെ കരുതാൻ മൂപ്പരാണ്. പിന്നെ ഈ കലാരൂപങ്ങൾ നമ്മളെ പിന്നെ തറാപൂതൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെ പറ്റിയിട്ടും ഒരുപാട് മൂപ്പരുടെ കവിതകൾ ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഭാഗം വെക്കലിൽ തറവാട് നഷ്ടപ്പെട്ട് ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് ചേക്കേറിയ MT തിരിച്ച് കൂടല്ലൂരിലേക്ക് തന്നെ വന്നു. അവിടെ സ്ഥലം വാങ്ങി വീട് വെച്ചു. തിരക്കുകൾക്കിടയിൽ ശാന്തതയ്ക്കായി അദ്ദേഹം അശ്വതി എന്ന വീട്ടിലേക്കെത്തും. അവിടെ ഇരുന്ന് നിളയെ കാണും. അതിലെ ഓളങ്ങൾ ഇളകുന്നത് കാണും. MTയുടെ എഴുത്തുകളിൽ കണ്ട കൂടല്ലൂരല്ല ഇന്നത്തെ ഗ്രാമം. മണലെടുത്ത് നിളമെലിഞ്ഞു, കുന്നുകൾ നിലം പൊത്തി. നാളുകൾ കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഗ്രാമം ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരേയൊരു തെളിവ് കൂടല്ലൂരിന്റെ പ്രിയപ്പെട്ട വാസു അനശ്വരമാക്കിയ കഥകൾ മാത്രമായിരിക്കും. CCTV ന്യൂസ്, തൃത്താല. ഒരു പെരുമഴക്കാലത്ത് MTയുടെ തെക്കേപ്പാട്ട് തറവാട്ടിലേക്ക് ഓടിയെത്തിയ ആമിന ഉമ്മയെയും കൈക്കുഞ്ഞിനെയും പറ്റി MT എഴുതിയിട്ടുണ്ട്. MTയുടെ 4 കെട്ടിലെ കഥാപാത്രമായ ആ കൈക്കുഞ്ഞ് കൂടല്ലൂർ സ്വദേശി കുഞ്ഞിക്കയാണ്. കുഞ്ഞിക്ക ഇപ്പോഴും കൂടല്ലൂരിലുണ്ട്. അന്നു പെയ്ത കനത്ത മഴയും ശക്തമായ കാറ്റും 7 ദിവസം പ്രായമായ തന്നെയും ചേർത്തുപിടിച്ച് തെക്കേപ്പാട്ടു തറവാട്ടിൽ അഭയം തേടിയ കഥയുമെല്ലാം ഇന്നും കുഞ്ഞിക്കയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. 95 വെള്ളപ്പൊക്കം. അന്ന് എന്നെ പെറ്റ 7 ഈ പെറ്റ 7 അന്ന് വെള്ളപ്പൊക്കം കാറ്റുമൊക്കെ വീണ് പെര വീണ്. അപ്പോൾ വീട്ടിൽ വാപ്പ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പ വന്നു. അപ്പോൾ ഉമ്മ പുറത്ത് നിൽക്കുകയാണ്, പെരയൊക്കെ വീണിട്ട്. അങ്ങനെ ഉമ്മ എന്നെ എടുത്ത് തോളിലിട്ടു. വാപ്പ വന്ന് ഉമ്മാനും പിടിച്ചു. വാപ്പാടെ ഉമ്മയുണ്ടായിരുന്നു, അവരുടെയും കൂടി പിടിച്ചു. പാടത്തേക്ക് ഇറങ്ങി. മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ കാറ്റിൻ്റെ ശക്തി കൊണ്ട് മഴ വാപ്പാടെ പെറ്റ ഉമ്മ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഉമ്മ പിന്നെ വാപ്പ ഉമ്മാനെ ഏറ്റ് അങ്ങനെ തെക്കേപ്പാട്ട് പഠിക്കലേക്ക് ആക്കി കൊടുത്തിട്ട്, നീ ഞാൻ കയറി പോയിക്കോ തെക്കേപ്പാട്ടേക്ക്, പിന്നെ ഞാനും ഉമ്മാനെ തിരഞ്ഞു നോക്കട്ടെ.
എന്ന് പറഞ്ഞ് വാപ്പ തിരിച്ചു പോന്നു. അങ്ങനെ വാപ്പാടെ ഉമ്മ ഒരു മൂച്ചിക്കൊമ്പത്ത് തടഞ്ഞിരുന്നിരുന്നു. അങ്ങനെ വാപ്പാടെ ഉമ്മാനെ കിട്ടി. ഉമ്മ അങ്ങനെ തേക്കേപ്പാട്ട് കയറി എംടിയുടെ വീട്ടിൽ പോയി കയറി കുത്തിരുന്ന് അവർ ഓലക്കൊടിയൊക്കെ ഇട്ട് ചൂടാക്കി അങ്ങനെ അവരുടെ വീട്ടിൽ താമസിച്ചു. തങ്ങളുമായുള്ള സ്നേഹം എന്നും MT കാത്തു സൂക്ഷിച്ചിരുന്നു. നവതിക്ക് MTയുടെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നെന്നും കുഞ്ഞിക്ക പറഞ്ഞു. പിന്നെ ഞാൻ വലുതായതിന് ശേഷം വീടും വലുതൊക്കെ ആയിട്ട് വീടും പരിസരവും MTയുടെ അമ്മയൊക്കെ ആയിട്ട് വളരെ സൗഹാർദ്ദ ജീവിതമായിരുന്നു. MT ഇവരൊക്കെ പോസ്റ്റ് ഓഫീസിൽ പോകാനും ഇതിനൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അവിടെ പോയി വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അവരെന്നെ പറഞ്ഞേക്കാറുള്ളൂ. തെക്കേപ്പാട്ട് വീടും MTയുടെ അമ്മയുമായും MTയുമായുമുള്ള വലിയ സ്നേഹബന്ധത്തിന്റെ കഥകളും കുഞ്ഞിക്കയുടെ മനസ്സിൽ ഓർമ്മകളുടെ തിരയിളക്കം സൃഷ്ടിക്കുകയാണ്. ചെറുപ്പം മുതൽക്ക് അവിടെ ഇങ്ങനെ പരിചയമൊക്കെ കാര്യമുള്ളതിൻ്റെ പേരിൽ അത്യാവശ്യ കാര്യത്തിനൊക്കെ വിളിച്ചാൽ അവിടെ ചെന്നാൽ അവർ ഭക്ഷണം കഴിച്ചത് കഴിഞ്ഞാൽ പിന്നെ ആടർതികളൊക്കെ ഉണ്ടാകുമ്പോൾ MTയുടെ അമ്മ എന്നെ ഇച്ചിൽ കയ്യിൽ കൊണ്ട് തന്നെ ഇല ഭക്ഷണം കഴിച്ച ഇല ഒട്ടാതെ എടുക്കാനും അത് കൊണ്ടിടാനൊക്കെ പഠിപ്പിച്ചത് MTയുടെ അമ്മയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ MT ഇവിടുന്ന് ഇതായി കോഴിക്കോട് പോയി അവിടുന്ന് വരുമ്പോൾ അമ്മനെ കണ്ട് ഇവിടെ വരുമ്പോൾ അമ്മനെ കണ്ട് എൻ്റെ ഉമ്മാനെ കണ്ടിട്ട് അല്ലെങ്കിൽ പൈസ ഒക്കെ കൊടുത്തിട്ടാണ് MT. CCTV ന്യൂസ് തർത്താല. കഞ്ചാവ് മാഫിയകളുടെ വൈരാഗ്യവും പകപോക്കലുമാണ് ചെറുതുരുത്തി പുതുശ്ശേരി ശ്മശാനം കടവിനോട് ചേർന്ന നിലമ്പൂർ വഴിക്കടവ് കുന്നുമ്മൽ സൈനുൽ ആബിദിന്റെ കൊലപാതകത്തിൽ എത്തിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 6 പേരെ ചെറുതുരുത്തി CI അനന്തകൃഷ്ണൻ, SI നിഖിൽ എന്നിവർ അടങ്ങുന്ന സംഘം 24 മണിക്കൂറിനുള്ളിൽ കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോട് ബേപ്പൂരിൽ നിന്നും അതിസാഹസികമായി പിടികൂടി. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം താമസിക്കുന്ന പാളയം കോട്ടുകര വീട്ടിൽ റജീബ്, ചെറുതുരുത്തി പുതുശ്ശേരി ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ചോമയിൽ വീട്ടിൽ സുബൈർ, ചെറുതുരുത്തി കല്ലഴിക്കുന്ന വീട്ടിൽ അഷ്റഫ്, ചെറുതുരുത്തി പള്ളത്താഴത്ത് വീട്ടിൽ അബ്ദുൾ ഷഹീർ, ചെറുതുരുത്തി പുതുശ്ശേരി അന്ത്യകുളം വീട്ടിൽ മുഹമ്മദ് ഷാഫി, ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം താമസിക്കുന്ന പാളയം കോട്ടുകര വീട്ടിൽ റജീബിന്റെ സഹോദരൻ ഷജീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് പറയുന്നതിങ്ങനെ: മരിച്ച സൈനുൽ ആബിദ് നിരവധി കഞ്ചാവ് കേസിലെ പ്രതിയാണ്. വിവിധ സ്റ്റേഷനുകളിൽ കഞ്ചാവ് കേസുമായി ജയിലിൽ കിടക്കുമ്പോഴാണ് റജീബുമായി പരിചയപ്പെടുന്നത്. ഈ ബന്ധം വെച്ച് ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മരിച്ച സൈനുൽ ആബിദ് റജീബിന്റെ വീട്ടിൽ വന്ന് വില കൂടിയ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയി. ഈ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ചെറുതുരുത്തി പുതുശ്ശേരി ശ്മശാനം കടവിൽ വെച്ച് ഇവർ മദ്യപിക്കുകയും തുടർന്ന് ചോദ്യം ചെയ്യലിൽ ക്രൂരമായി മർദ്ദിച്ച് വാരിയിൽ ചവിട്ടിയൊടിക്കുകയും മരണമുറപ്പായപ്പോൾ വെള്ളത്തിലേക്ക് എടുത്തെറിയുകയുമായിരുന്നു. SI സുഭാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KG ജയകുമാർ, സിവിൽ പോലീസ് ഓഫീസർ ജയകൃഷ്ണൻ, സ്ക്വാഡിലെ മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. CCTV ന്യൂസ് തളി. പയങ്കുളം റെയിൽവേ ഗേറ്റിൽ ഷൊർണൂർ RPFന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഗേറ്റ് അടച്ചാലും വാഹനങ്ങൾ ഗേറ്റിന് തൊട്ട് സമീപം നിൽക്കുന്നതിനെക്കുറിച്ചായിരുന്നു ബോധവൽക്കരണം. നിരവധി അപകടങ്ങൾ ഈ ഗേറ്റിലും സമീപമുള്ള റെയിൽവേ ഗേറ്റുകളും സംഭവിച്ചതിന്റെ ഭാഗമായാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. ഷൊർണൂർ RPF അഡീഷണൽ SIമാരായ V ബാലകൃഷ്ണൻ, KG ശശിധരൻ എന്നിവരാണ് ക്ലാസ് എടുത്തത്. അതായത് ഗേറ്റിൽ വണ്ടികളുടെ ആക്സിഡൻറ്റ്, 2 വീലർ മറ്റേ കാറ് വണ്ടികളുടെയൊക്കെ ആക്സിഡൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ 2 ദിവസം മുമ്പ് അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ നമ്മുടെ പബ്ലിക്കിന് അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉത്പാദനത്തിൽ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ഷൊർണൂർ RPF. തളി നെഹ്റു സ്മാരക വായനശാല ബാലവേദി അംഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. TPA ഹമീദ് ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി CK വിനോദ് അധ്യക്ഷനായിരുന്നു. സിന്ധു ശ്രീകാന്ത്, ലൈബ്രറിയൻ C ഗീത എന്നിവർ സംസാരിച്ചു. സിന്ധു ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും അവതരിപ്പിച്ചു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.